നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഈ വർഷത്തിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന്. US മാർക്കറ്റിൽ അത്ര നല്ല രീതിയിലായിട്ടല്ല ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. US മാർക്കറ്റ് 2 ദിവസം കൊണ്ട് 750 പോയിന്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടെ തന്നെ നാസ്ഡാക്കും ഇടിവ് രേഖപ്പെടുത്തി. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ഏറ്റവും താഴെ നാസ്ഡാക്ക് 1% ഫോളായി. ഓൾമോസ്റ്റ് 1% ഫോളായി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഇടിവിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ് ഓൾമോസ്റ്റ് 1.7% ഫോളായി. വിപ്രോ 3% ആണ് ഫോൾ ആയിട്ടുള്ളത്. കൂടാതെ HDFCയിലും ICICI ബാങ്കിലും എല്ലാം തന്നെ ഇടിവ് കാണുന്നുണ്ട്. ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു മൈനസാണ്. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ സ്പോട്ട് 23,565 ആണ്. സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് 23,000 ആണ്. അത് എത്രമാത്രം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഈവൻ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 23,000 പ്രീമിയം എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യും. ഇന്നലെ തന്നെ നമ്മളുടെ ഇന്ത്യ വിക്സ് പെട്ടെന്ന് സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ വർഷത്തിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ വീണ്ടും നമ്മളെ സങ്കടത്തിലേക്ക് തള്ളിവിടുമോ എന്നുള്ളത് കാത്തി ഇരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ഉണ്ട്. ബാങ്കിങ് സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ ക്യാപിറ്റൽ ബഫർ, ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബഫർ ഉണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഇതിനിടയിലുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. ആദ്യം ഈസി ട്രിപ്പ് പ്ലാനേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഇവിടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 14% സ്റ്റേക്ക് ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. ഇവർ ഡയബറ്റിക്കെല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഫാർമ കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമിസിൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് അക്യൂർ ചെയ്തിട്ടുള്ളത്. മസഡോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, ഇവർക്ക് 2,000 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഹിൻഡൽകോ കമ്പനി, ഗവൺമെൻറ് ഹിൻഡൽകോക്ക് ഒഡീഷയിലുള്ള ഏകദേശം 12 മെട്രിക് മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റ് അനുവദിച്ചു. മീനാക്ഷി കോൾ മൈനാണ് അനുവദിച്ചത്. അദാനി ഗ്രീൻ എനർജി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് ഇവർ. അമിത് സിംഗ് CEO ആയിട്ട് റിസൈൻ ചെയ്യുന്നുണ്ട്. റിസൈൻ ചെയ്യുകയല്ല, CEO ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അതിനുശേഷം മറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഏറ്റെടുക്കുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. പ്രതാപ് സ്നാക്സ് വീണ്ടും കമ്പനിയുടെ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി. കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സെയിം കമ്പനിയിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി പ്രതാപ് സ്നാക്സിൽ. അന്ന് സ്റ്റോക്ക് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ടായിരുന്നു. ശ്രീറാം പ്രോപ്പർട്ടീസ് കമ്പനി 3.9 ഏക്കർ ലാൻഡ് ചെന്നൈയിൽ ഒരു അക്വയർ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. RVNL കമ്പനിക്ക് പുതിയൊരു ഓർഡർ ലഭിച്ചു എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. ജുബിലൻ ഇൻഗ്രവിയ കമ്പനി, ഇവർ 6.67 സ്റ്റേക്ക് ഫോറം ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. മംഗളം ഇൻഡസ്ട്രീസ് ഫിനാൻസ് കമ്പനി, ഇവർ ഡിജിറ്റൽ വായ്പകൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ക്ലൗഡ് ബാങ്കിങ് സിസ്റ്റം ഇവർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ആളുകൾക്ക് ഹ്യൂമൻ്റെ സഹായമില്ലാതെ ആപ്ലിക്കേഷനിലെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പല പ്ലാറ്റ്ഫോമുകളിലും അങ്ങനെ ക്വിക്ക് ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. കർമ്മ എനർജി കമ്പനി, ഇവർക്ക് പുതിയൊരു വിൻഡ് എനർജി പ്രൊജക്റ്റ് ഒഡീഷയിൽ നിന്ന് ലഭിച്ചു. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി 66 മില്യൺ റുപ്പീസിൻ്റെ ബീമ സുഖം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഗോകുൽ അഗ്രോ റിസോഴ്സ് കമ്പനി, ഇവർ മാംഗ്ലൂർ എഡിബിൾ ഓയിൽ റിഫൈനറീസിനെ 105 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. പവർ ഗ്രിഡ് കമ്പനി പുതിയ ഒരു ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ്, സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് 183 കോടി രൂപയുടെ ഒരു രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇവർ അക്യൂർ ചെയ്തു. മെഡ് പ്ലസ് ഹെൽത്ത് കെയർ കമ്പനി, ഇവരുടെ പുതിയ ഡ്രഗിൻ്റെ സസ്പെൻഷൻ ഓർഡർ കിട്ടി എന്നുള്ളതാണ്. പുതിയ ഡ്രഗിന് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ലഭിച്ചു.
വക്രാങ്കി കമ്പനി ഇവർ ജനറൽ ഇന്ത്യ ഇൻഷുറൻസ് ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. DCM നോവൽ കമ്പനി ഇവർ ഷെയർ ഹോൾഡിംഗ്, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തു. MIC ഇലക്ട്രോണിക്സ് കമ്പനി ഇവർ 510 മില്യൺ റുപ്പീസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് SOA ഇലക്ട്രോണിക്സ് ട്രേഡിങ്ങിൽ ഇവർ ചെയ്യാനായിട്ട് തീരുമാനമായി എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റ് കുറച്ചും കൂടി കോഷ്യസ് ആവുക. നിലവിൽ ഗ്ലോബലി ഒരു നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു ഗ്യാപ് ഡൗണുള്ള തന്നെ എക്സ്പെക്റ്റഡ് ആണ് ഇന്നത്തെ മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അത് കുറച്ചും കൂടി വോളറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.